ഒരു പക്ഷേ ഇതിനേക്കാൾ തീവ്രമായൊരു കുടുംബ ബന്ധം സമൃദ്ധിക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിലോ? അതിന്റെ തെളിവല്ലേ ഇപ്പോഴും അവളുടെ കഴുത്തി കിടക്കുന്ന താലി. അല്ല, ആരാ അവരൊക്കെ? എന്തിനാ അവരൊക്കെ ഇങ്ങനെ സച്ചിയുടെ പിന്നാലെ വരുന്നേ? സച്ചി സൂക്ഷിക്കണം. ഏയ്, അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരുന്നതിനൊക്കെ നേരിട്ടേ പറ്റൂ. സച്ചിയോട് വളരെ സൂക്ഷിക്കണമെന്ന് ഗുരുജി പറഞ്ഞത്. ആരൊക്കെയോ ശത്രുക്കൾ സച്ചിയുടെ ചുറ്റിനും ഉണ്ട്. സച്ചിയെ കൈ ഒന്ന് നീട്ട്. എന്തിനാ? കൈ നീട്ടാൻ പറഞ്ഞ അത് ചെയ്താ മതി. എന്തിനാണെന്ന് ചോദിക്കണ്ട. എന്തിനാ ഇത്? ഇത് എന്റെ കയ്യിൽ കെട്ടാൻ ഗുരുജി ജപിച്ചെന്ന മന്ത്രച്ചരടാ. ഇത് തൽക്കാലം സച്ചിയുടെ കയ്യിൽ കെട്ടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഇനിയും വരും ഇതുപോലുള്ള ശത്രുക്കള്. കൈ നീട്ട്, ഞാൻ കെട്ടിത്തരാം. നീട്ട്. അപ്പോ ഇത് കെട്ടിയ ശത്രുക്കൾ വരില്ലെന്നാണോ? കളിയാക്കരുത് കേട്ടോ. ഇത് കെട്ടിയാലൊന്നും ശത്രുക്കൾ വരാതിരിക്കില്ല. കയ്യിലിരിപ്പ് അതാണല്ലോ. പക്ഷെ എത്ര ശത്രുക്കൾ വന്നാലും സച്ചിക്കൊന്നും സംഭവിക്കില്ല. അതെനിക്ക് ഉറപ്പാ. ഗുരുജി പൂജിച്ച ഈ മന്ത്രച്ചരടിലുള്ള രക്ഷ ഏത് അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. താൻ പേടിക്കണ്ട, ഞാൻ അങ്ങനൊന്നും ചാവത്തില്ല. ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, നോക്കെടുത്ത് ആവശ്യമില്ലാത്ത വർത്താനം പറയും. സച്ചിക്ക് എന്തെങ്കിലും പറ്റി ആർക്കും ഒരു വിഷമവും ഇല്ലെന്നാണോ? മനുഷ്യന്റെ ചങ്കി കൊള്ളണ വർത്താനം പറയല്ലേ. എന്തു പറഞ്ഞാലും കളിയും തമാശയും. ഇത് കെട്ടിത്തന്ന എന്നെ വേണം തല്ലാൻ. അല്ലെങ്കിലും ഇതൊക്കെ പറയാൻ ഞാനാരാ? എനിക്കെന്താ അവകാശം? വക്കീൽ എന്തിനാ ഇങ്ങനെ എഴുതപ്പുറം വായിക്കുന്നേ? വക്കീലിന്റെ ടെൻഷൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞതെങ്കിൽ തിരിച്ചെടുത്തേക്കുന്നു പോരെ? വക്കീലെ, ഒന്ന് ചിരിക്കേ. ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ ഈ മുഖം കാണാൻ ഒരു ചന്തവും ഇല്ല. ഒന്ന് ചിരിച്ചാ എന്തോ കുഴപ്പം? ഇപ്പൊ സൗകര്യമില്ല. അതെ, എന്നോട് പിണക്കം മാറിയെന്ന് പറയാതെ ഈ വണ്ടി ഇവിടെ നടക്കുന്ന പ്രശ്നമില്ല. എനിക്കാരോടും പിണക്കൊന്നുമില്ല. പിണങ്ങാൻ ഞാൻ സച്ചിയുടെ ആരാ? ഓ, മര്യാദയ്ക്ക് വണ്ടി എടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവും. ഈ നാട്ടിലെ ടാക്സിക്ക് അത്ര ക്ഷാമമൊന്നുമില്ല. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഇല്ല. ശരി, പോയേക്കാം. അതെ, ഗുരുജിയുടെ ഈ രക്ഷ എനിക്ക് വിശ്വാസം. വക്കീലിന്റെ പ്രാർത്ഥനയും ഗുരുജിയുടെ അനുഗ്രഹവും ഉള്ളപ്പോ എത്ര ശത്രുക്കൾ വന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല. ഓ, ഒന്ന് ചിരിച്ചല്ലോ. എന്നാ പോയേക്കല്ലേ? ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നില്ല. അമ്മ പോകുമ്പോഴേ വരുന്നുള്ളൂ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സ്കൂളിൽ പോണ്ടേ? വേണ്ട, ഞാൻ കുറച്ചു ദിവസം ലീവാ. അമ്മയുടെ അടുത്താണെന്ന് ടീച്ചർമാരോട് പറഞ്ഞാ പോരെ? അപ്പൊ എക്സാമോ? എക്സാമിനുള്ളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. അമ്പടി കേമി, ഇയാള് കൊള്ളാലോ. പക്ഷേ എക്സാം അടുത്ത് വരുന്നോണ്ടേ ടീച്ചർമാരൊന്നും സമ്മതിക്കില്ല. മോക്ക് അമ്മയെ കാണണം തോന്നുമ്പോ എപ്പോഴായാലും അച്ഛൻ കൊണ്ട് വന്നാ പോരെ? അമ്മയുടെ പൊന്നു മുത്തല്ലേ, കുറച്ചു ദിവസം കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അമ്മ അങ്ങ് വരില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അവിടെ ശിശിരാന്റി ഇല്ലേ? വേണ്ട, ശിശിരാന്റി കൊള്ളത്തില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. കണ്ടില്ലേ ഗൗരിമോളുടെയും സമൃദ്ധയുടെയും സ്നേഹം? രണ്ടുപേർക്കും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. മോളുടെ സാമീപ്യം സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ ഗുണം ചെയ്യുമെന്ന് ഗുരുജി പറഞ്ഞത് ശരിയായില്ലേ? ഗൗരിമോളെ കൊണ്ടുവന്നൊക്കെ നന്നായി. പക്ഷേ സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഈ സന്തോഷം മായുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഗൂഗിളിന് ഉറപ്പ് പറയാൻ പറ്റുമോ?
ഇത്രയും ബുദ്ധിമുട്ടി ചികിത്സ നടത്തിയിട്ട് നമ്മൾ വിഡ്ഢികളായി പോരുത്. ഏയ് അങ്ങനൊന്നും സംഭവിക്കില്ല. ഓർമ്മ തിരിച്ചു കിട്ടിയാലും സമൃദ്ധ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഗൗരിമോളെ വിട്ട് സമൃദ്ധിക്ക് എവിടെയും പോവാൻ കഴിയില്ല. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. അതൊരു പ്രതീക്ഷ മാത്രമല്ലേ ഗോകുൽ? ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപുള്ള സമൃദ്ധ ആരായിരുന്നു, അവളുടെ കുടുംബം ഏതായിരുന്നു, അവളുടെ ബന്ധുക്കൾ ആരായിരുന്നു, ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായൊരു കുടുംബ ബന്ധം സമൃദ്ധയ്ക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിലോ? അതിന്റെ തെളിവല്ലേ ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി. ഓർമ്മയില്ലാത്ത ഈ ഘട്ടത്തിൽ പോലും അതിലൊന്ന് തൊടാൻ അവള് സമ്മതിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? മോൾ എന്തേ പറഞ്ഞു വരുന്നേ? എന്തായാലും അവളുടെ കഴുത്തി കിടക്കുന്ന ആ താലി കെട്ടിയ ഒരാൾ ഉണ്ടാവുമല്ലോ. ഓർമ്മ തിരിച്ചു വരുമ്പോ അവൾ ആദ്യം ഓർമ്മിക്കുന്നത് ആ ഭർത്താവിനെ ആണെങ്കിലോ? മോനെ, ആ ഗുരുജി പറയും പോലെ ചികിത്സ കഴിഞ്ഞ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ഓർമ്മ തിരിച്ചു കിട്ടുന്ന സമയത്ത് ഗൗരിമോൾ ആരാ എന്താന്നൊക്കെ അവള് ചോദിച്ച? ഈ ചോദ്യങ്ങളൊന്നും എന്റെ ഉള്ളിലില്ലെന്നാണോ? അങ്ങനൊരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഉറക്കവും നഷ്ടപ്പെടുന്നുണ്ട്. അമ്മ നോക്ക്, സമൃദ്ധിയും ഗൗരിമോളും തമ്മിലുള്ള അടുപ്പം കണ്ടോ? അവർക്ക് തമ്മിൽ പിരിയാൻ കഴിയുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാമേ? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാലോ? സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. അമ്മേ, സമൃദ്ധി ഒരു മനുഷ്യസ്ത്രീയാ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ മനസ്സ് കണ്ടില്ല എന്ന് നമ്മൾ നടിക്കരുത്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവൾ അനുഭവിക്കുന്ന വേദന. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എനിക്കെന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും ആദ്യം സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് നോക്കാം. കേട്ടില്ലേ മോളെ അവൻ പറഞ്ഞത്? അവള് പോകുന്നെങ്കിൽ പോട്ടെ എന്നല്ലേ അതിനർത്ഥം? അതെ, ഗോകുലിന്റെ മനസ്സ് ഇപ്പൊ ഏകദേശം ആ ഒരു തീരുമാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാ എനിക്ക് തോന്നേ. ഇനി തീരുമാനിക്കേണ്ടത് അമ്മയാ, ഈ ചികിത്സ മുടങ്ങണോ വേണ്ടയോ എന്ന്. മുടക്കണം. അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഗൗരിമോളുടെ മുഖത്തെ സന്തോഷം എന്നും എനിക്ക് അവിടെ കാണണം. മറ്റൊന്നും എനിക്ക് വിഷയമല്ല.